പ്ലോട്ടിൽ എന്തെങ്കിലും ഒരു ടേണിംഗ് പോയിന്റ് ഉള്ള സീനാണെങ്കിൽ ഞാൻ പിടിക്കും. എൻ്റെ ജീവിതത്തിൽ എന്നെ അങ്ങനെ ചിരിപ്പിക്കുന്ന ഒരാളെ എനിക്ക് ഭയങ്കര കാര്യമായിരിക്കും. നമുക്ക് ഈ KPC ലളിതമ്മയുടെ അടുത്തും ഇന്നസെൻ്റ് ഏട്ടൻ്റെ അടുത്തൊക്കെ നമുക്ക് തോന്നുന്നൊരു ആ ഒരു ഇഷ്ടം അത് എത്ര വാല്യൂബിളാണ്. ഇപ്പം ലാലേട്ടൻ എത്ര നാടകങ്ങളിൽ ഇത്രയും വലിയ നടനായതിനു ശേഷം കാവാലത്തിൻ്റെ കൂടെയൊക്കെ ചെയ്തിട്ടുണ്ട്. അതൊക്കെ ഡെഫിനറ്റ്ലി പുള്ളിക്കാരന് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടാവും. അതാണ് ഭയങ്കര ലക്ഷ്യൂറിയസ് ആയിട്ടുള്ള ലൈഫൊന്നും അല്ലെങ്കിൽ പോലും ഒരു ഡീസൻറ്റ് ജീവിതം കലയിലൂടെ ഉണ്ടാക്കാമെന്ന് തിരിച്ചറിയുന്നത് ഡൽഹിയിലുള്ള സമയത്താണ്. ഞങ്ങളുടെ സ്കൂൾ എന്ന് പറഞ്ഞാൽ ഇച്ചിരി ഗുരുകുലം സെറ്റപ്പിലുള്ള പരിപാടിയായിരുന്നു. ട്രെയിൻ ചെയ്യാത്ത ആൾക്കാർ എന്തോ കുറവും, ട്രെയിൻ ചെയ്ത ആൾക്കാർ ഭയങ്കര സംഭവം, അങ്ങനെയൊന്നുമില്ല. പിന്നെ ചെക്കോവ് ടെക്നീക്ക്, യൂജിനോ ബാർബ, അല്ലെങ്കിൽ ഇവൻ ഗ്രോട്ടോസ്കി. എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ. വെൽക്കം ടു അനദർ എപ്പിസോഡ് ഓഫ് ടോക്കിംഗ് പോയിന്റ്. ഇന്ന് നമ്മുടെ കൂടെ ഇവിടെ ചേർന്നിരിക്കുന്നത് ആക്ട്രസ് പൂജ മോഹൻരാജ് ആണ്. സോ വെൽക്കം. എന്തൊക്കെയാണ് പുതിയ വിശേഷങ്ങൾ? സിനിമേനെ ഉള്ളു, സിനിമ ചെയ്യുന്നു. ഇപ്പം നാദൃശ്യക്കയുടെ ഒരു പടത്തിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ മഴയായിട്ട് എല്ലാം ഒരു പതുക്കെയാണ് മൊത്തത്തിൽ ഇൻഡസ്ട്രിന്ന് തോന്നുന്നു. അതിൻ്റെ ഒരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്, അല്ലാണ്ട് കുഴപ്പമൊന്നുമില്ല. അല്ല, ഇപ്പം കണ്ടുവരുന്നത് വെച്ചിട്ട് ഇപ്പം ചേച്ചിനെ എനിക്ക് വിശേഷിപ്പിക്കാനാണെങ്കിൽ ഒരു ഭാഗ്യ നടി എന്ന് പറഞ്ഞ് പറ്റും. കാരണം ഇപ്പം റീസെൻ്റ്ലി ഇറങ്ങിയിട്ടുള്ള നമ്മുടെ ഇൻഡസ്ട്രിക്ക് തന്നെ അഭിമാനമായിട്ടുള്ള പല സിനിമകളിലും ചേച്ചി ഒരു ഭാഗമാണ്. അപ്പോൾ ആ ഒരു ഇതിനെ എങ്ങനെ കാണുന്നു? എനിക്ക് നല്ല ഭാഗ്യമുണ്ട് എന്ന് തോന്നുന്നു. എന്താ വെച്ചാൽ ഐ ഗോട്ട് ടു ബി പാർട്ട് ഓഫ് സച്ച് ഫിലിംസ്. നമുക്ക് ഒരിക്കലും പ്ലാൻ ചെയ്യാൻ പറ്റില്ലല്ലോ നമ്മുടെ ഏത് പടത്തിൻ്റെ ഭാഗമാണെന്ന്. എസ്പെഷ്യലി ഒരു ആവേശം വരെ ഞാനൊന്നും ചൂസ് ചെയ്തിട്ടില്ല. എനിക്ക് വരുന്ന എല്ലാ വർക്കും ഞാൻ ചെയ്തു. ആ വർക്കിൻ്റെ വിധി എന്താണെന്ന് എനിക്ക് അറിയത്ത പോലുമില്ല. പിന്നെ ഈ പലരെയും എനിക്ക് പേഴ്സണലി അറിയുന്ന ആൾക്കാരൊന്നും ആയിരുന്നില്ല വിളിച്ചതും ഒക്കെ. ഏതെങ്കിലും പ്രീവിയസ് വർക്ക് കണ്ടിട്ട് അവർ വിളിക്കുക, അങ്ങനെ. പിന്നെ ചിലപ്പോൾ വിളിച്ചവർ എന്നെ വീണ്ടും വിളിക്കും. ഇപ്പോൾ ജിത്തുവിൻ്റെ കാര്യമാണെങ്കിലും ജിയോ ബേബിയുടെ കാര്യങ്ങൾ ഒക്കെ ആണെങ്കിലൊക്കെ നമ്മൾ നേരത്തെ വർക്ക് ചെയ്തിട്ട് അവർ അടുത്ത പടത്തിലേക്ക് വീണ്ടും വിളിക്കുക, അങ്ങനെയൊക്കെ ഉണ്ടായതാണ്. അപ്പോൾ എനിക്ക് പ്രത്യേകിച്ച് അതിലെന്തെങ്കിലും ചെയ്യാനുണ്ടെന്ന് എനിക്ക് തോന്നില്ല. അപ്പം പക്ഷെ ഇങ്ങനെ പറയുമ്പോൾ സന്തോഷം. അല്ല, ഇപ്പോൾ ക്യാരക്ടർ ആണെങ്കിലും ചൂസ് ചെയ്യുന്നതിനകത്ത് ചേച്ചിക്കൊരു ചെറിയൊരു പ്ലോട്ട് അല്ലെങ്കിൽ ആ ഒരു പീക്ക് കിട്ടുന്ന ഒരു സാധനം വെച്ചിട്ടാണ് സ്ക്രിപ്റ്റ് ചൂസ് ചെയ്യുന്നതെന്ന് കേട്ടിട്ടുണ്ട്. അപ്പോൾ ആ ഒരു അതെന്ത് നോക്കിയിട്ടാണ്? ആ ഒരു കോമഡി എലമെന്റ് ആണോ, അതോ നമുക്ക് എന്തോരം ആ ഒരു സ്ക്രീൻ പ്ലേയിൽ പ്രസൻസ് ചെയ്യാൻ പറ്റുമെന്നുള്ള രീതിയിലാണോ? എനിക്ക് തോന്നുന്നു ഈ അടുത്താണ് ഞാൻ അതിനെക്കുറിച്ച് ആലോചിച്ച് തുടങ്ങിയത്. എന്താണ് ശരിക്കും ഞാൻ നോക്കണേ. അപ്പം ഈ സ്ക്രിപ്റ്റിൽ ഒരു ഇമ്പോർട്ടൻറ്റ് ജങ്ചറിൽ വന്നു പോകുന്ന അല്ലെങ്കിൽ പ്ലോട്ട് ട്വിസ്റ്റ് ഡ്രൈവ് ചെയ്യുന്ന പോലത്തെ അതൊരു ചെറിയൊരു സീനാവാം, ആൾക്കാർ ഓർമ്മയിലുണ്ടാവും. ഇപ്പം തുടങ്ങുമ്പം ആസ് ആക്ടേഴ്സ് യു നീഡ് പീപ്പിൾ ടു റിമെമ്പർ യു. അപ്പോൾ എനിക്ക് തോന്നിയിട്ടുണ്ട് ഇങ്ങനത്തെ ഒരു പോയിൻറ്റ്സിൽ വരുന്ന കഥാപാത്രങ്ങളാകുമ്പോൾ അത് വെട്ടിപ്പോവില്ല. അത് എന്തായാലും ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ പടക്കളത്തിലാണെങ്കിലും ഒക്കെ തന്നെ ആ ഒരു മൊമെൻറ്റിലാണ് ഈ കഥാപാത്രം തിരിച്ച് സ്വന്തം ശരീരത്തിലേക്ക് പോകണമെന്ന് ആഗ്രഹിക്കുന്നതും. അപ്പോൾ ആ സീൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് ഈ ഡയറക്ടർ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോഴും പുള്ളിക്കാരനും അതായിരുന്നു പറഞ്ഞത്. ഒരു ടേലൻറ്റിന് മുന്നേ ഒരു പ്രീ ക്ലൈമാക്സ് സീൻ എന്നുള്ള രീതിയിൽ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ രോമാഞ്ചത്തിലെ ആ മാല സീനാണെങ്കിൽ തന്നെ ആ ഒരു പോയിന്റിലാണ് ഇത് ചുമ്മാ കളിയല്ല, വേറെ എന്തോ ഒരു പരിപാടി നടക്കുന്നുണ്ടോ എന്ന് അവർക്ക് തന്നെ സംശയം തോന്നുന്നു. അപ്പോൾ പ്ലോട്ടിൽ എന്തെങ്കിലും ഒരു ടേണിംഗ് പോയിന്റ് ഉള്ള സീനാണെങ്കിൽ ഞാൻ പിടിക്കും. എന്നുവെച്ചാൽ അത് ഇൻട്രസ്റ്റിങ്ങുമാണ്, അതിൻ്റേതായിട്ടുള്ള ഒരു ഉത്തരവാദിത്വം ഉണ്ട്, അവിടെ എനിക്കൊരു വാല്യൂ ഉണ്ട് എന്നൊക്കെ ഫീൽ ചെയ്യുന്നത്. അപ്പോൾ ഈ സ്ക്രിപ്റ്റ് കേൾക്കുമ്പോഴേ നമുക്കറിയാം എത്ര ഒരു ലൗഡായിട്ടുള്ളൊരു ക്യാരക്ടർ ആയിരിക്കും നമ്മൾ. അത് പറയുമല്ലോ. അത് ഇപ്പം ജിത്തുവിനൊക്കെ ആ ലൗഡ്നെസ്സിൽ തന്നെ മീറ്ററൊക്കെ ഭയങ്കര ക്ലിയറാണ്. ജിത്തു ചെയ്യുമ്പോൾ ഫ്രീഡം ഉണ്ട് എക്സ്പ്ലോർ ചെയ്യാൻ, പക്ഷെ അത് കൂടിപ്പോകുമ്പോൾ അത്ര വേണ്ട, ഇവിടെ പിടിച്ചാൽ മതി എന്നൊക്കെ പറയുന്ന ക്ലാരിറ്റി ഉള്ള സംവിധായകരാണ് നമുക്ക് ഉള്ളത് ഇപ്പം.
നല്ല കുറേ മീൻസ് അതുകൊണ്ടാണ് ഈ സിനിമകളൊക്കെ ഇത്രയും വിജയിക്കുന്നതും പ്രേക്ഷകർ ഇത്രയും ശ്രദ്ധിക്കുന്നതും എന്നൊക്കെയാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ ആ ഒരു കറക്റ്റായിട്ടുള്ള ഒരു ഇൻപുട്ട് നമുക്ക് കിട്ടുമ്പോൾ നമുക്ക് ചെയ്യാനും എളുപ്പമാണ്. ആ ക്ലാരിറ്റി നമുക്ക് കിട്ടുമ്പോൾ. ഞാൻ ചേച്ചിനെ ശരിക്കും പറഞ്ഞാൽ ശ്രദ്ധിച്ചു തുടങ്ങുന്നത് രോമാഞ്ചത്തിലെ ആ ഒരു ലൗഡ് ക്യാരക്ടറിലൂടെയാണ്. അതായത് ഇപ്പം അതിനു മുമ്പ് ഫ്രീഡം ഫൈറ്ററിൽ നമ്മൾ ശ്രദ്ധിച്ചിരുന്നെങ്കിലും പക്ഷെ എനിക്ക് അന്നോർത്ത് ഒക്കെ ഇൻഡസ്ട്രിയിലുള്ളതായ കുറച്ചാളായിട്ടുള്ള ആളാണ്, നമ്മൾ ശ്രദ്ധിക്കാണ്ട് പോയ ഒരാളാണെന്നുള്ളത്. പിന്നീട് ചേച്ചിയുടെ ഒരു സിനിമ കാണുമ്പോൾ അതിനകത്ത് ഒരു പ്രോമിനന്റ് സീൻ തന്നെ ചേച്ചിക്ക് വരുന്നുണ്ട്. അപ്പോൾ ഇപ്പം തന്നെ പടക്കളത്തിനകത്ത് തന്നെ അത് ഓൺ ടൈം സംഭവിച്ചല്ലേ ഷറഫുദ്ദീൻ്റെ ആ ഒരു സീൻസൊക്കെ എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ ഉള്ള ഒരു ഇതെന്തായിരുന്നു? എനിക്ക് ഏറ്റവും കൂടുതൽ അത് ആദ്യം ഫീൽ ചെയ്ത് രോമാഞ്ചത്തിൽ തന്നെയാണ്. എന്ന് വെച്ചാൽ അതിന് മുന്നേ ആദ്യം അഭിനയിച്ചത് 1 അത് തിയേറ്ററിൽ ഇറങ്ങി. പക്ഷെ അതൊരു കോവിഡ് ഫസ്റ്റ് ഫേസ്റ്റ് കഴിഞ്ഞപ്പോൾ ഇമ്മീഡിയറ്റ്ലി ആയിട്ടുള്ള ഒരു സംഭവം. പിന്നെ കോൾഡ് കേസും ഫ്രീഡം ഫൈറ്റും OTT പടങ്ങളായിരുന്നു. അത് കഴിഞ്ഞിട്ട് തിയേറ്ററിൽ ഇറങ്ങുന്ന പടം രോമാഞ്ച് ഇരട്ടി, അത് ഒരേ ദിവസം ഇറങ്ങണം. അപ്പോൾ ഈ രോമാഞ്ചത്തിൽ ഈ പർട്ടിക്കുലർ മൊമെൻറ്റ് എസ്പെഷ്യലി ഒരു പോസ്റ്റ് കോവിഡ് ഒരു ഫേസിൽ നമുക്ക് എല്ലാവർക്കും തന്നെ ഒരു ഇച്ചിരി ലോ ഫേസ് എന്നുള്ള ഇരിക്കുന്ന രീതിയിൽ തന്നെയായിരുന്നു ഞാനും. ഇങ്ങനെ ചെയ്യുന്നുണ്ട് പക്ഷെ എന്തൊക്കെയോ അല്ലാത്ത ഒരു എക്സിസ്റ്റൻഷ്യൽ ആങ്സ്റ്റും ഒരു വല്ലാത്തൊരു ബുദ്ധിമുട്ടൊക്കെ ഫേസ് എന്ത് നല്ലത് സംഭവിച്ചാലും ഇതിലൊക്കെ എന്ത് കാര്യം എന്നൊക്കെ തോന്നുന്ന ഒരു അവസ്ഥയിലാണ് ഞാനൊക്കെ ഉണ്ടായിരുന്നത്. അപ്പോൾ പെട്ടെന്ന് ഈ ഒരു റിയാക്ഷൻ തിയേറ്ററിൽ അതും പല സ്ഥലത്തും കാണുമ്പോൾ പെട്ടെന്ന് നമ്മൾ ചെയ്യുന്ന ഒരു പരിപാടിക്ക് എന്തൊക്കെയോ നല്ല വശമുണ്ട്. എന്നുവെച്ചാൽ അതുവരെ തിയേറ്ററിൽ ത്രില്ലറും ഒക്കെ ഭയങ്കരമായിട്ട് ഓടിക്കൊണ്ടിരുന്ന സമയത്ത് ഒരു കോമഡി വരുന്നു. എന്നിട്ട് ആൾക്കാർ ഒരു ആശ്വാസത്തോടെ അവർ എന്താ പറയുക 2 മണിക്കൂർ AC വന്നിരുന്ന ആ ഒരു കംഫർട്ട് എന്നുള്ള സ്പേസിൽ സിനിമ എൻജോയ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു സമയത്താണ് സിനിമ വരുന്നത്. അപ്പോൾ അത് ആ ഓഡിയൻസ് റെസ്പോൺസ് എനിക്ക് ഭയങ്കര ഒരു മീനിങ്ഫുൾ ആയിട്ടുള്ളൊരു സംഗതിയായിട്ട് തോന്നി. അങ്ങനെ എൻ്റെ ജീവിതത്തിൽ എന്നെ അങ്ങനെ ചിരിപ്പിക്കുന്ന ഒരാളെ എനിക്ക് ഭയങ്കര കാര്യമായിരിക്കും. ഞാനത് കണ്ടുകൊണ്ടിരിക്കും. ഇപ്പം എവിടെ ഇരുന്നാലും നമ്മൾ പണ്ടത്തെ നാടോടിക്കാറ്റും ഇപ്പം മണിച്ചിത്രത്താഴിലെ സീൻസും ഒക്കെ റിപ്പീറ്റായിട്ട് കാണുമല്ലോ. അപ്പോൾ നമുക്ക് ഈ KPC ലളിതമ്മയടുത്തും ഇന്നസെൻ്റ് ഏട്ടനടുത്തൊക്കെ നമുക്ക് തോന്നുന്നൊരു ആ ഒരു ഇഷ്ടം അത് എത്ര വാല്യൂബിളാണ്. നമ്മുടെ ജീവിതത്തിൽ അറിയാതെ സംഭവിക്കുന്നതാണ് ഈ ഇൻഫ്ലുവൻസ്. അതേപോലെയൊന്നും ആയി എന്നല്ല പറയുന്നത്, പക്ഷെ ആ ഒരു സന്തോഷം കൊടുക്കാൻ കഴിയുന്നതിൽ എനിക്ക് ആ മൊമെൻറ്റിൽ അത് ഭയങ്കരമായിട്ട് വാലിഡേഷൻ പോലെ ഒരു ഫീൽ ചെയ്തായിരുന്നു. അപ്പം ഈ രോമാഞ്ചത്തിന് ശേഷമാണോ ഇപ്പം മൂവി തന്നെ എന്നുള്ളൊരു മൂവിയിലേക്ക് കുറച്ചുകൂടെ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യാമെന്നുള്ള ഇത് വന്ന്? ആക്ച്വലി ഈ ഫ്രീഡം ഫൈറ്റിന് ശേഷം ആണ് പടങ്ങൾ വന്നു തുടങ്ങിയത്. അപ്പോൾ രോമാഞ്ചാണെങ്കിലും അതുകൊണ്ട് അപ്പോൾ ഓരോ പടം കഴിഞ്ഞപ്പോഴും ഓരോ പടങ്ങൾ വന്നു. അപ്പോൾ അതിനൊരു ആലോചിക്കാനൊരു ബ്രേക്കൊന്നും ഉണ്ടായില്ല. അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് അത് വന്നപ്പോൾ അതങ്ങനെ ചെയ്തു. ഒരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റിയുടെ ഒരു ഇതും ഉണ്ടായിരുന്നു. എന്താ വെച്ചാൽ ഐ കം ഫ്രം തിയേറ്റർ. ആ സമയത്ത് നമുക്ക് തിയേറ്റർ ബേസ് ചെയ്തിട്ട് നമുക്ക് വർക്ക് ചെയ്യാനുള്ള ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു. നമ്മൾ ഓൺലൈൻ എത്ര ചെയ്താലും അതിനൊരു ലിമിറ്റേഷൻ ഉണ്ടായിരുന്നു. പിന്നെ ഏറ്റവും വലിയ കാര്യം എന്ന് വെച്ചാൽ ഞാൻ പുറത്തായിരുന്നു കുറേ കാലം. എന്നിട്ട് നാട്ടിലോട്ട് വരുമ്പം ഐ ഹാവ് എ ലോട്ട് ഓഫ് എക്സ്പീരിയൻസ് ഇൻ തിയേറ്റർ. എന്നിട്ടും കൊച്ചിയിലൊക്കെ നല്ല സുന്ദരമായ സ്പേസസ് ഉണ്ട്. അപ്പം ഞാൻ ഓരോ വൈകുന്നേരം ഓരോ സ്ഥലത്ത് പോയിട്ട് അവിടുത്തെ മാനേജേഴ്സിൻ്റെ അടുത്ത് പറയും, ഞാൻ ഇങ്ങനത്തെ ഒരാളാണ്, ഇതാണ് എൻ്റെ CV. അപ്പോൾ ഞാൻ ഇൻ്റർനാഷണലി ഒക്കെ വർക്ക് ചെയ്തിട്ടുള്ള ആളാണ്, എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ സ്ഥലം തരുമോ? അപ്പോൾ ഇവർ വെക്കുന്ന ഒരു റേറ്റ് എന്നൊക്കെ പറഞ്ഞാൽ ഒരിക്കലും ഒരു തിയേറ്റർ പേഴ്സണിന് അഫോർഡ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ ഒരിക്കലും ആ കോൺവെർസേഷൻ മുന്നോട്ട് പോയിട്ടില്ല. തിയേറ്ററിക്കലിലേക്കുള്ളൊരു ഇതാണോ വെക്കുന്നത്? അതെ. അപ്പോൾ അതേ സമയത്ത് പിന്നീട് സിനിമയിൽ നിന്നുള്ള ആൾക്കാരാകുമ്പോൾ
ഇവർ പെട്ടെന്ന് ആ സ്പേസിനൊക്കെ വിലയൊക്കെ കുറച്ച് കൊടുക്കുന്നു. ഞാൻ തന്നെ അവരുടെ കൂടെ പോയി അങ്ങനത്തെ റിഹേഴ്സൽ അതേ റൂംസിൽ ഇരുന്നിട്ടുണ്ട്. അപ്പോൾ എനിക്ക് തോന്നിയായിരുന്നു ഒന്ന് സിനിമയൊക്കെ ചെയ്താലേ ഇവിടുത്തെ നാട്ടുകാർക്ക് നമ്മളോടൊരു വിലയൊക്കെ ഉള്ളൂ. അതുകൊണ്ട് എനിക്ക് സിനിമ ചെയ്യണമെന്ന് ഉള്ളൊരാഗ്രഹം ശരിക്കും വന്നത് ആ ഒരു മൊമെൻറ്റിലാണ്. അല്ലെങ്കിൽ എന്തോ എല്ലാവരും സിനിമാക്കാരെ കുറിച്ച് ഭയങ്കരമായിട്ട് പുച്ഛിക്കും, കുറ്റം പറയും, ട്രോൾ ചെയ്യും. പക്ഷേ ഒരു വില കിട്ടുന്നതും അവർക്ക് തന്നെയാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ ഉള്ള ഫെയിം എൻജോയ് ചെയ്യുന്നുണ്ടോ? ഞാൻ ശരിക്കും ഞാൻ അത്ര ഫേമസ് ഒന്നും അല്ല സത്യം പറഞ്ഞാൽ. അല്ല എന്ന് വെച്ചാൽ ഇപ്പോഴത്തെ ഞാൻ പറഞ്ഞില്ലേ പ്രോമിനന്റ് ആയിട്ടുള്ള എല്ലാ മൂവീസിന്റെ ആ ഒരു മെയിൻ പാർട്ടിൽ ചേച്ചിയുണ്ട്. ഞാനതൊരു ടാക്ടിക്കൽ സ്ട്രാറ്റജിക്കൽ സാധനമായിട്ട് മാത്രമേ കാണുന്നുള്ളൂ. ഇപ്പോൾ നമുക്ക് സിനിമ അല്ലാതെ മറ്റ് പല കാര്യങ്ങളും ചെയ്യാൻ ആഗ്രഹം ഉണ്ടാവും. അതിന് ചിലപ്പം ഈ ഒരു ഫെയിം സഹായിക്കാം. അങ്ങനത്തെ രീതിയിലാണ് ഞാൻ ഫെയിമിനെ കാണുന്നത്. അല്ലാണ്ട് എനിക്കതുകൊണ്ട് ഭയങ്കരമായിട്ടുള്ള ഒരു വാവ് ഞാൻ എന്തോ അച്ചീവ് ചെയ്തു എന്നുള്ള സ്പേസിലല്ല. നമുക്ക് ആ സിനിമയിൽ കിട്ടുന്ന ആ ഫെയിം നമുക്ക് നല്ല രീതിയിൽ യൂസ് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ട് എനിക്ക്. ലോകധർമ്മിയിൽ നിന്നല്ലായിരുന്നു ചേച്ചിയുടെ ഒരു ആക്ടിങ്ങിന്റെ ഒരു സ്റ്റാർട്ടിങ് വരുന്നത്? ആ ടൈമിൽ ഞാൻ കേട്ടിട്ടുണ്ട് ഇപ്പം ചേച്ചി പണ്ട് ഇൻട്രോവേർട്ട് ആയിരുന്നു. അതിൽ നിന്നൊരു കുറച്ചുകൂടെ ഒരു വ്യത്യസ്തമാകാനായിട്ട് അമ്മ തിയേറ്ററിലേക്കൊക്കെ ഇറക്കിയാണ്. അതിനുശേഷം തൊട്ട് തോന്നി തുടങ്ങിയാണോ? പിന്നീടാണോ സിംഗപ്പൂരിലേക്കുള്ള? അപ്പോഴൊന്നും തോന്നിയിട്ടില്ല. അപ്പോഴും ഞാൻ നന്നായിട്ട് പഠിക്കുകയായിരുന്നു. അപ്പോൾ എനിക്കൊരു ബ്യൂറോക്രാറ്റ് ആവണം എന്നൊക്കെയായിരുന്നു ആഗ്രഹം. അങ്ങനെ ഞാൻ ഡൽഹിയിൽ എക്കണോമിക്സ് പഠിക്കാൻ പോയി. പക്ഷേ ആക്ച്വലി ഡൽഹിയിൽ നിന്നാണ് എനിക്ക് ഒരു ഇതൊന്ന് മാറ്റി ചിന്തിക്കാം എന്ന് തോന്നിയത്. എന്താ വെച്ചാൽ ഇവിടെയൊക്കെ എല്ലാവരും പാർട്ട് ടൈം ആണല്ലോ കല ചെയ്യുന്നത്. എനിക്കൊന്ന് ഇവിടുത്തെ സാഹചര്യവും അങ്ങനെയാണ്. അപ്പോൾ ഡൽഹിയിലൊക്കെ പോകുമ്പോൾ ഫുൾ ടൈം ഈ കലയെ വെച്ച് ജീവിക്കുന്ന ആൾക്കാരെ കണ്ടു തുടങ്ങിയതും ഇടപഴകാൻ തുടങ്ങിയതും ഒക്കെ ആ സമയത്താണ്. ഒരു പക്ഷേ എന്താണ് ഭയങ്കര ലക്ഷ്യൂറിയസ് ആയിട്ടുള്ള ലൈഫൊന്നും അല്ലെങ്കിൽ പോലും ഒരു ഡീസൻറ്റ് ജീവിതം കലയിലൂടെ ഉണ്ടാക്കാമെന്ന് തിരിച്ചറിയുന്നത് ഡൽഹിയിലുള്ള സമയത്താണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് എനിക്കിത് മതി. എങ്ങനെ ഭയങ്കരമായിട്ടുള്ള ആഗ്രഹങ്ങളൊന്നും ആ സമയത്ത് ഉണ്ടായിരുന്നില്ല. പക്ഷേ തിയേറ്റർ പെർസ്യൂ ചെയ്യാൻ വേറെ പല കാരണങ്ങളും ഉണ്ടായിരുന്നു. എനിക്കെൻ്റെ ജീവിതത്തിലുണ്ടായ മാറ്റങ്ങൾ അത് എനിക്ക് തോന്നുന്നത് ഈ ആക്ടർ ആവാനിരിക്കുന്ന ആൾക്കാർക്ക് മാത്രമല്ല ഇതിൻ്റെ ഒരു ഗുണം. ജീവിതത്തിലെ ഏത് മേഖലയിൽ പ്രവർത്തിക്കുന്ന ആൾക്കാർക്കും തിയേറ്റർ കൊണ്ട് ഒത്തിരി കാര്യങ്ങൾ നേടാൻ സാധിക്കും. എനിക്ക് ആ രീതിയിലൊക്കെ വർക്ക് ചെയ്യണം എന്നായിരുന്നു ആഗ്രഹം. എനിക്ക് നോൺ ആക്ടേഴ്സിൻ്റെ കൂടെ വർക്ക് ചെയ്യാനാണ് ഏറ്റവും ഇഷ്ടം. അത് എന്നെയും ഭയങ്കരമായിട്ട് ഓപ്പൺ അപ്പ് ചെയ്യും. അത് അവരിലുണ്ടാക്കുന്നൊരു എഫക്റ്റും ഭയങ്കര രസമാണ്. അപ്പോൾ നമുക്ക് ഈ സിംഗപ്പൂരിലേക്ക് ചേച്ചി ആക്ടിംഗ് ഒക്കെ പഠിക്കാൻ പോകുന്ന ടൈമിൽ ഇപ്പം ഓൾറെഡി ചേച്ചി ലോകധർമ്മിയിൽ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കുറച്ചുകൂടെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടോ? ലോകധർമ്മിയിൽ ഞാൻ 12th വരെ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് ഞാൻ ഡൽഹിയിൽ തിയേറ്റർ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യായിരുന്നു. LSRന് പുറത്തും അവിടെയുള്ള ഗ്രൂപ്പ്സിൻ്റെ കൂടെയൊക്കെ ചെയ്യായിരുന്നു. പിന്നെ അല്ലാതെ ഡ്രാമ സ്കൂളിൽ പഠനം ആ സമയത്ത് തൃശ്ശൂരുള്ള ചിലരായിട്ട് വർക്ക് ചെയ്യുക. പിന്നെ സിംഗപ്പൂർ പോയപ്പം എനിക്ക് തോന്നുന്നു എനിക്ക് തോന്നിയിട്ടുള്ളത് വെൻ യു ഗോ വിത്ത് എക്സ്പീരിയൻസ് ആർ കപ്പ് ഇസ് ഹാഫ് ഫുൾ. അപ്പോൾ ഇത് അൺലേൺ ചെയ്തിട്ട് വേണം നമുക്ക് പുതിയൊരു സാധനം ഉണ്ടാക്കിയെടുക്കാൻ. അപ്പോൾ അതിൻ്റെ ഒരു സ്ട്രഗിൾ ഉണ്ടായിരുന്നു. ഇപ്പോൾ എക്സ്പീരിയൻസോടെ പോകുന്നവർക്ക് അങ്ങനത്തെ ബുദ്ധിമുട്ടുണ്ടാകും. ഇപ്പോൾ ഒരു ക്ലീൻ സ്ലേറ്റ് ആയിട്ട് പോകുന്ന ആൾക്കാർക്ക് ആ ബുദ്ധിമുട്ട് ഫ്രഷ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. ഇത് നമ്മുടെ ധാരണകളും ഒക്കെ നമുക്കൊരു ഭാരമായിട്ട് ചില സമയത്ത് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. പക്ഷെ അതിൻ്റെ ഗുണങ്ങളും ഉണ്ട്. എന്താ വെച്ചാൽ അത് കഴിഞ്ഞിട്ട് നമുക്ക് പിന്നെ ഒരു സ്ഥലത്ത് പോയിട്ട് വാട്ട് ഈസ് ദിസ് പ്രോസസ് ഓഫ് അൺലേണിങ്, ഇത് ഭയങ്കര ക്ലീശയായിട്ട് എല്ലാവരും പറയുന്ന ടേമാണ്. പക്ഷെ ഇത് അങ്ങനത്തെ ഒരു അനുഭവത്തിലൂടെ കടന്നു പോകുന്നതുകൊണ്ട് ഐ അണ്ടർസ്റ്റാൻഡ് വാട്ട് ഇറ്റ് മീൻസ് ടു അൺലേൺ. ശരിക്കും അഭിനയത്തെക്കുറിച്ചുള്ള ധാരണയാണെങ്കിലും അല്ലെങ്കിൽ
എനിക്ക് എന്താണോ ലാക്ക് ചെയ്തിരിക്കുന്നത് ഒക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കാനും ഒക്കെ ശരിക്കും ഒന്ന് ഉടയ്ക്കാന്ന് അറിയില്ലേ, അത് എസ്പെഷ്യലി അതൊരു 3 year കോഴ്സാണ്. അതൊരു ലോങ് പീരീഡ് ഓഫ് ടൈമാണ്. ഒരു 2 ആഴ്ചത്തെ വർക്ക്ഷോപ്പിന് പോകുന്ന പോലെയല്ല ഒരു ആക്ടിങ് സ്കൂളിൽ ഒരു 3 വർഷം സ്പെൻഡ് ചെയ്യാന്ന് പറയുന്നത്. എന്നുവെച്ചാൽ നമ്മൾ കണ്ടിന്യൂസ്ലി അതിൻ്റെ പ്രാക്ടീസ് നടക്കും. അല്ലാണ്ട് വർക്ക്ഷോപ്പിന് പോയി കഴിഞ്ഞാൽ ഇത് നമ്മുടെ കയ്യിലിരിക്കും. എന്താ, നമ്മുടെ ഡിസിപ്ലിന് അനുസരിച്ചിട്ടാണ് കാര്യങ്ങൾ മുന്നോട്ട് പോവുക. ഒരു സ്കൂളിൽ തന്നെ ആകുമ്പോൾ യു ഹാവ് നോ അതർ ചോയ്സ്. അപ്പോൾ അതിൻ്റെ ഒരു ബെനിഫിറ്റ് ഡെഫിനറ്റ്ലി ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അങ്ങോട്ടുള്ള ഒരു സിംഗപ്പൂരിലേക്ക് അവിടെ അഡ്മിഷൻ പ്രൊസീജിയർ പരിപാടിയൊക്കെ എങ്ങനെയായിരുന്നു? അതിന് ഓഡിഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടുത്തെ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഡയറക്ടർ ഹൈദരാബാദിൽ വന്നിട്ട് അതിന് മുന്നേ യു ഹാവ് നോർമൽ ഈ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പർപ്പസ് കാര്യങ്ങളൊക്കെ എഴുതി അയക്കണ പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഓഡിഷൻ. അപ്പം ആ ഓഡിഷൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ എത്ര നന്നായിട്ട് അഭിനയിക്കുന്നു എന്നുള്ളതല്ല അവർ നോക്കുന്നത്. അപ്പോൾ നമ്മൾ ഓഡിഷൻ ചെയ്യുമ്പോൾ അവർ കുറേ മാറ്റി ചെയ്യിപ്പിക്കും. നമ്മൾ പ്രിപ്പയർ ചെയ്ത സാധനം തന്നെ മാറ്റി ചെയ്യിപ്പിക്കും. നമ്മൾ എത്ര ഓപ്പണാണ് അത് മാറ്റി ചെയ്യാൻ. അല്ലാണ്ട് ഈ പഠിച്ചു വെച്ച സാധനത്തിൽ തന്നെ പിടിച്ചു നിൽക്കാതെ അവർ പറയുന്നതനുസരിച്ച് നമുക്ക് മാറി ചിന്തിക്കാനും എക്സ്പ്ലോർ ചെയ്യാനൊക്കെ സാധിക്കുന്നുണ്ടോ, അതൊക്കെയാണ് അവർ ശ്രദ്ധിക്കുക. സോ എന്താ വെച്ചാൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് നമ്മൾ ഭയങ്കര അടിപൊളിയായിട്ട് ഉള്ള ആളായി എന്നുള്ള രീതിയിലല്ലോ. അപ്പോൾ അത് ഒരു രസമുള്ളൊരു അനുഭവം തന്നെയാണ്. ഒരു നോർമൽ പേഴ്സണ് ഇപ്പം സിംഗപ്പൂരിൽ പഠിക്കണം എന്നുണ്ടെങ്കിൽ അങ്ങോട്ടുള്ളൊരു പ്രൊസീജിയറും പരിപാടിയൊക്കെ എളുപ്പമാണോ അതോ? എളുപ്പമാണോ എന്ന് വെച്ചാൽ ഇറ്റ് ഡിപ്പെൻസ്. ഇപ്പോൾ എൻ്റെ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറഞ്ഞാൽ ഒരു പാർട്ട്ലി പബ്ലിക് ഫണ്ടഡ് പാർട്ട്ലി പ്രൈവറ്റ് എന്നുള്ള സ്പേസിലുള്ള യൂണിവേഴ്സിറ്റിയാണ്. ഇത് അവിടെ പഠിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു ഡിഗ്രിയോ ഒന്നും അല്ല കിട്ടുന്നത്. നമുക്കൊരു പ്രൊഫഷണൽ ഡിപ്ലോമ ഇൻ ഇന്റർകൾച്ചറൽ തിയേറ്റർ ആക്ടിംഗ് എന്നാണ് പറയുക. അത് UK പല സ്ഥലത്തും ഒരു BA ഇക്വലൻറ്റോ MA ഇക്വലൻ്റൊക്കെ ആയിട്ട് കൺവേർട്ട് ചെയ്യാം, ഓസ്ട്രേലിയ UK പക്ഷെ ഇന്ത്യയിൽ അതൊരു ജസ്റ്റ് ഒരു എക്സ്പീരിയൻസ് ആയിട്ട് മാത്രമാണ് കാണുന്നത്. സോ ഐ വെന്റ് ദേർ ബിക്കോസ് ഐ റിയലി വാണ്ടഡ് ടു ഗോ ദർ. എന്താ വെച്ചാൽ അവിടുത്തെ ടീച്ചേഴ്സ് ആർ അമേസിങ്. പക്ഷെ അതേ സമയത്ത് അവിടെ വേറെ സ്കൂൾസ് ഉണ്ട്, ലസാൽ മറ്റേ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അവിടെയൊക്കെ പ്രോപ്പർ BA ഡിഗ്രി കോഴ്സസൊക്കെയാണ്. അതിലോട്ട് അപ്ലൈ ചെയ്ത് കിട്ടാനും ഇതേപോലെയൊക്കെ തന്നെയായിരിക്കും പ്രൊസീജിയർ. പക്ഷെ ഇത്ര ഇൻറ്റൻസീവ് ആയിരിക്കില്ല സ്കൂള്. മനസ്സിലായി? ഇത് ഞങ്ങളുടെ സ്കൂൾ എന്ന് പറഞ്ഞാൽ ഇച്ചിരി ഗുരുകുലം സെറ്റപ്പിലുള്ള പരിപാടിയായിരുന്നു. അപ്പോൾ അതാണ് അതിൻ്റെ ഒരു വ്യത്യാസം. പക്ഷേ ലൈക്ക് യു അപ്ലൈ ടു UK അല്ലെങ്കിൽ ലൈക്ക് യു അപ്ലൈ ടു ഓസ്ട്രേലിയ, കാനഡ, അതുപോലെ തന്നെയാണ് ബാക്കിയുള്ള സ്കൂൾസിലോട്ടുള്ള അപ്ലിക്കേഷൻ പ്രോസസ്സ്. പിന്നെ സിംഗപ്പൂരിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ സിംഗപ്പൂർ ഇസ് റിയലി എക്സ്പെൻസീവ്. അപ്പം അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് ഉണ്ടാവും. ഇപ്പോൾ ഈ സിംഗപ്പൂരിൽ നമ്മൾ ആക്ടിങ് പഠിക്കുന്നു, അപ്പോൾ അതിൽ എന്തൊക്കെയായിരിക്കും കവർ ചെയ്യുന്നത്? ലൈക്ക് ഇപ്പോൾ ഇവിടെയുള്ള ആൾക്കാരൊന്നും അങ്ങനെ ആക്ടിങ് അധികം ട്രെയിൻ ചെയ്ത് വന്നിട്ടുള്ള ആക്ടേഴ്സ് അല്ലല്ലോ. അപ്പോൾ തന്നെയല്ല ഇപ്പോൾ കോമൺ പീപ്പിൾസിനാണെങ്കിലും ഇതിനെക്കുറിച്ച് കൂടുതൽ അറിഞ്ഞുകൂടാ. അറിയണം താല്പര്യം ഉണ്ടോയെന്ന് എനിക്ക് അറിയണം. പക്ഷെ എന്നാലും ഞാൻ പറയാം, ഇത് ചോദിച്ചുകൊണ്ട് പറയാം. ഈ കോഴ്സിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഒരു സെമിസ്റ്റർ 2 ടേം ഉണ്ടാവും. അപ്പോൾ ആദ്യത്തെ ടേം ഒരു ഈസ്റ്റേൺ ട്രഡീഷണൽ ഫോം ആയിരിക്കും നമ്മൾ പഠിക്കുക. രണ്ടാമത്തെ ടേമിലെ ഫോക്കസ് ഒരു കണ്ടംപററി വെസ്റ്റേൺ ടെക്നിക്ക് ആയിരിക്കും. ഇപ്പോൾ ഈസ്റ്റേൺ ട്രഡീഷണൽ ഫോംസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ജപ്പാൻ എന്നുള്ള നോ തിയേറ്റർ ഉണ്ട്, ഇന്തോനേഷ്യയിൽ നിന്ന് വയാങ് വോങ്, ഇന്ത്യയിൽ നിന്ന് നമ്മുടെ കൂടിയാട്ടം, പിന്നെ ചൈനയിൽ നിന്ന് ബീജിംഗ് ഓപ്പറ. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിൻ്റെ മാസ്റ്റേഴ്സ് തന്നെയാണ് നമ്മൾ വന്ന് പഠിപ്പിക്കുന്നത്. അപ്പോൾ ഒരു 3 എന്ന് വെച്ച് നമ്മളോടൊക്കെ എപ്പോഴും പറയും, ഈ 3 മാസം ഒരു സാധനം പഠിച്ചു എന്ന് വെച്ച് നിങ്ങൾ ആ കല മാസ്റ്റർ ചെയ്തിട്ടില്ല. സോ ആരടുത്തും പോയി പറയരുത് നമ്മൾ ഒരു കൂടിയാട്ടം പെർഫോമറാണ് അല്ലെങ്കിൽ ബീജിംഗ് ഓപ്പറ പെർഫോമറാണ്. അത് കൃത്യമായിട്ടുള്ളൊരു ബോധമുണ്ടാവും. പിന്നെ വരുന്ന കണ്ടംപററി ഫോംസിൽ നമ്മൾ റിയലിസം പഠിക്കും, ക്ലൗണിങ് പഠിക്കും, പിന്നെ ചെക്കോവ് ടെക്നീക്ക്. ഫിലിപ്പ് സെറീലി എന്ന് പറഞ്ഞിട്ടൊരു ഇപ്പോഴത്തെ മോസ്റ്റ് കണ്ടംപററി ആയിട്ടുള്ളൊരു ആക്ടർ ട്രെയിനർ ഉണ്ടായിരുന്നു. പുള്ളിക്കാരൻ മരിച്ചുപോയി. അപ്പം പുള്ളിക്കാരൻ നേരിട്ട് വന്ന് പഠിപ്പിക്കുമായിരുന്നു. അങ്ങനെ പല ഫോംസും.
ഐ തിങ്ക് ഇതിൻ്റെ മെയിൻ കാര്യം എന്ന് വെച്ചാൽ ഇപ്പോൾ മിക്ക കണ്ടംപററി വെസ്റ്റേൺ ടെക്നീക്സും ഉണ്ടായി വന്നിട്ടുള്ളത് കുറേ ഈസ്റ്റേൺ ഫോംസ് ഒബ്സർവ് ചെയ്തിട്ടാണ്. ഇപ്പോൾ യൂജിനോ ബാർബ അല്ലെങ്കിൽ ഈവൻ ഗ്രോട്ടോസ്കി, പിന്നെ ആർത്തോഡ് ആദ്യമായിട്ട് ഒരു ഇന്തോനേഷ്യൻ ഡാൻസ് കണ്ടിട്ടുള്ള അവരുടെ ഒരു പ്രസൻസും കാര്യങ്ങളും കണ്ടിട്ടാണ് കുറേ കാര്യങ്ങൾ എഴുതിയത്. അപ്പോൾ ഒരു ഈസ്റ്റേൺ ഈസ്റ്റിലോട്ട് നോക്കിയിട്ടാണ് ആ കണ്ടംപററി വെസ്റ്റേൺ ടെക്നിക്സ് ഉണ്ടായിരിക്കുന്നത്. അപ്പം വെൻ യു ഗെറ്റ് ബോത്ത്, അപ്പം നമുക്ക് ഇതിൻ്റെ ഒരു ബ്രിഡ്ജ് ചെയ്യാൻ കുറച്ചും കൂടെ ഹെൽപ്പ് ചെയ്യും. പിന്നെ എല്ലാ ഡിസിപ്ലിനും വേറെ തന്നെ ശാരീരികമായിട്ടുള്ള റിക്വയർമെൻറ്റ്സ് ആണ്. ചിലപ്പോൾ ഒരെണ്ണം ഇപ്പോൾ നോ തിയേറ്റർ സൗണ്ടൊക്കെ ഭയങ്കര എക്സ്ട്രീം ബേസ് ഒക്കെ ആണെങ്കിൽ ബീജിങ് ഓപ്പറ വരുമ്പോൾ വോയിസസ് എക്സ്ട്രീംലി മറ്റേ ഹൈ ടോൺസിലായിരിക്കും. അപ്പം നമ്മുടെ ബോഡി തന്നെ ചിലപ്പോൾ കൺഫ്യൂസ്ഡ് ആവും, ഇത് എങ്ങോട്ടാണ് പോകുന്നത്, ഇതിനെന്ത് ചെയ്യണം. അതിനുള്ള ഗൈഡൻസും ഒക്കെ നമുക്ക് വോയിസ് ട്രെയിനേഴ്സും ഒക്കെ നമുക്ക് ഹെൽപ്പ് ചെയ്യും. പക്ഷേ ഈ ഒരു ആക്ട് എന്ന് പറയുമ്പോൾ എപ്പോഴും ഈ ഒരേപോലെ അല്ലല്ലോ, പല സിനാരിയോ ആണ്. ഇന്ന് ചെയ്യുന്ന റോളെല്ലാം നാളെ. അപ്പം അതിന് വേറെ തന്നെ ഒരു അപ്രോച്ചായിരിക്കും. അപ്പം ഇങ്ങനത്തെ സ്കൂളിൽ പഠിച്ചുകൊണ്ട് നമ്മുടെ ശരീരം പല രീതിയിലോട്ടും അഡാപ്റ്റ് ചെയ്യാൻ കുറച്ചും കൂടെ ശരീരം, മനസ്സ്, ശബ്ദം എല്ലാം പല രീതിയിലോട്ടും ട്രാൻസ്ഫോം ചെയ്യാൻ ഭയങ്കരമായിട്ട് ഹെൽപ്ഫുള്ളാണ് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ആദ്യമായിട്ടാണോ ഞാനിത് ഇത്ര ഡീറ്റെയിൽ ആയിട്ട് പറയണം. എന്താ വെച്ചാൽ ആരും ചോദിക്കാറില്ല. ഇത് എനിക്കറിയില്ല ഇത് എത്ര യൂസ്ഫുൾ ആണ്. കാരണം മേ ബി കുറെ ആൾക്കാർക്ക് അറിയണമെന്നുണ്ടായിരിക്കുമല്ലോ. അതേപോലെ ഇപ്പോൾ ഈ ആക്ടിങ് ചേച്ചി പഠിച്ചു വന്നതും പിന്നെ കുറേ ഇടത്ത് ചോദിച്ചിട്ടുണ്ട്. പക്ഷേ ആക്ടിങ് പഠിക്കുന്നതും കുറേ ആൾക്കാർ ഇപ്പം ഇൻഡസ്ട്രിയിലുള്ള പല ആൾക്കാരും ആക്ടിങ് പഠിക്കുന്നില്ല. അപ്പോൾ അതിൽ മെയിനായിട്ട് വരുന്നൊരു വ്യത്യാസം എന്താ തോന്നിയിട്ടുള്ളത്? ഇപ്പം ആക്ച്വലി ഞാൻ ഇപ്രാവശ്യം ഡ്രാമ സ്കൂളിൽ ഇൻഡക്ഷൻ ഇത് പഠിപ്പിക്കാൻ വേണ്ടി വിളിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ ആലോചിക്കായിരുന്നു ഇതിനെക്കുറിച്ച് ഇപ്പോൾ 2 ദിവസമായിട്ട്. ഞാൻ പഠിക്കാൻ പോകുന്നതിന് മുന്നേ ഞാൻ ഡൽഹിയിലായിരുന്നല്ലോ. അപ്പോൾ ഇപ്പം ഈ വെസ്റ്റേൺ സ്കൂൾസിലൊക്കെ മിക്കപ്പോഴും കോഴ്സസ് 1 year പ്രോഗ്രാം അല്ലെങ്കിൽ 2 year പ്രോഗ്രാമൊക്കെ ആയിരിക്കും. അപ്പോൾ ഞാൻ കുറേ പേരെ ഒരു പ്രീമിയം ഇൻസ്റ്റിറ്റ്യൂട്ട്സിലൊക്കെ പോയിട്ട് വന്ന ആൾക്കാരെ കണ്ടിട്ടുണ്ട്. അവരുടെ ബിഫോറും ആഫ്റ്ററും കണ്ടിട്ടുണ്ട്. പലപ്പോഴും എനിക്ക് വെസ്റ്റേൺ ട്രെയിനിങ് കഴിഞ്ഞിട്ട് വരുമ്പം ഇപ്പോൾ UK പോയ ആൾക്കാർ തിരിച്ചു വന്നിട്ട് ഭയങ്കര ഷേക്സ്പിയറിയൻ പരിപാടി, അല്ലെങ്കിൽ ആക്ടർ സ്റ്റുഡിയോയിലൊക്കെ പോകുന്ന ആൾക്കാർ ഒത്തിരി റിയലിസം. അപ്പോൾ ഇന്ത്യൻ റിയലിസം ആൻഡ് വെസ്റ്റേൺ റിയലിസത്തിൽ ഭയങ്കര വ്യത്യാസമുണ്ട്. എസ്പെഷ്യലി അത് നമ്മുടെ ദിനചര്യയെ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ആൾക്കാർ കുറച്ചും കൂടെ ലൗഡാണ്. ഇപ്പോൾ നമ്മൾ സംസ്ഥാനം വിട്ടുപോയാൽ തന്നെ കേരളത്തിലെ ആൾക്കാരാണ് കുറച്ചും കൂടെ സട്ടിൽ. ഇപ്പോൾ UP, ബീഹാർ അങ്ങനത്തെ ടെറിട്ടറി പോകുമ്പോഴൊക്കെ വേറെ തന്നെ ഒരു എനർജിയും ഒക്കെയാണ് ആൾക്കാർക്ക്. അപ്പോൾ അതിനനുസരിച്ച് നമ്മുടെ റിയലിസവും മാറും. ഒരു ഒല്ലയല്ല. പക്ഷെ ഒരു ഇംഗ്ലീഷ് റിയലിസം ഭയങ്കര വേറെ പരിപാടിയായിരിക്കും. അപ്പോൾ പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട് ഈ ട്രെയിൻഡ് ആയിട്ടുള്ള ആക്ടേഴ്സ് അവരുടെ റോ എനർജി ഉണ്ടല്ലോ, നമ്മൾ തുടങ്ങുമ്പം ഉള്ളൊരു ജസ്റ്റ് നൗ ഐ വാസ് ടോക്കിംഗ് ടു സംബഡി. അപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞു, ഹൗ ഡു യു മെയിൻറ്റെയിൻ ദ ബിഗിനേഴ്സ് ഹാർട്ട്? നമ്മൾ തുടക്കക്കാരൻ്റെ ഒരു ആ ഫീല് എങ്ങനെ നിലനിർത്താം? നമ്മൾ ചെയ്ത് ഒരു കാര്യത്തിൽ കംഫർട്ടബിൾ ആവുമല്ലോ. പക്ഷെ ആ കംഫർട്ട് ചിലപ്പോൾ നമ്മളൊരു ഇച്ചിരി മരവിപ്പിക്കും, നമ്മുടെ കലയും ഇങ്ങനെ റസ്റ്റ് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ എങ്ങനെയാണ് ആ തുടക്കക്കാരൻ്റെ ഉന്മേഷം നിലനിർത്തുക? അപ്പോൾ എനിക്ക് എപ്പോഴും ഇവരൊക്കെ പഠിച്ചു കഴിഞ്ഞ് തോന്നിയിട്ടുണ്ട് ഇവർ ഭയങ്കര ടെക്നിക്കലാണ്. ഇവരെ ടെക്നിക്ക് നമുക്ക് കാണാൻ പറ്റും. ഞാൻ എപ്പോഴും പഠിച്ചു വരുമ്പോൾ എനിക്കിത് ഉണ്ടാകാൻ പാടില്ല, ഇത് എങ്ങനെ ബ്രേക്ക് ചെയ്യണം എന്ന് അപ്പം ചിന്തിക്കണം എന്നൊക്കെ. അപ്പോൾ എനിക്ക് ട്രെയിനിങ്ങിലുള്ളപ്പോൾ തന്നെ എനിക്ക് എപ്പോഴും ആ ഒരു സ്പേസും കൂടെ ഒരു തോട്ടായിട്ട് ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ പ്ലേസൊക്കെ ചെയ്തു തുടങ്ങുമ്പം എങ്ങനെയാണ് ആ ഒരു റോനെസ് മെയിൻറ്റെയിൻ ചെയ്ത് നമുക്ക് അതും കൂടെ ഇൻകോർപ്പറേറ്റ് ചെയ്യാന്നുള്ളത് അത് എൻ്റെ ഒരു എക്സ്പെരിമെൻ്റാണ്. അതിനുള്ള സ്പേസും ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് സ്പേസിൽ നമുക്ക് കിട്ടും. അതൊരു വളരെ സേഫ് ആയിട്ടുള്ളൊരു സ്പേസാണ്. അപ്പോൾ പലരും പറയുന്നത് ആക്ടിങ് പഠിച്ചില്ലെങ്കിൽ എന്താ കുഴപ്പം എന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിൽ പഠിക്കാത്ത ആൾക്കാരാണ് കൂടുതൽ. അത് ഓരോരുത്തരും സാഹചര്യമൊക്കെ അങ്ങനെയാണ്. പക്ഷേ
പലപ്പോഴും പണ്ടത്തെ നമ്മൾ പറയുന്ന എല്ലാ നടന്മാരും തന്നെ ഒരു തരത്തിൽ നാടകത്തിലോ അല്ലാണ്ടോ ഒക്കെ ഇപ്പം മമ്മൂക്കയാണെങ്കിലും ലാലേട്ടനാണെങ്കിലും അവരറിഞ്ഞോ അറിയാതെയോ പലതരത്തിലുള്ള ട്രെയിനിങ്ങോ അവരുടെ സ്വന്തമായിട്ടുള്ള ചിന്തയോ ഇല്ലാതെ ഇത്രയും നന്നാകാൻ കഴിയില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പം ലാലേട്ടൻ എത്ര നാടകങ്ങളിൽ ഇത്രയും വലിയ നടനായതിനു ശേഷം കാവാലത്തിൻ്റെ കൂടെയൊക്കെ ചെയ്തിട്ടുണ്ട്. അതൊക്കെ ഡെഫിനറ്റ്ലി പുള്ളിക്കാരന് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടാവും. എന്ന് വെച്ചാൽ നാടകത്തിൽ എല്ലാവരും നല്ല നടന്മാരാണോ? അല്ല. അപ്പം എനിക്ക് തോന്നുന്നത് ഏത് സ്ഥലത്താണെങ്കിലും നമ്മൾ എന്താണോ ഗ്രഹിക്കുന്നത് അത് എത്ര ട്രെയിനിങ് എടുത്താൽ നമ്മളിത് നമ്മുടേതാക്കണം. നമുക്ക് വർക്ക് ചെയ്യുന്ന ഒരു രൂപത്തിലേക്ക് നമ്മൾ ആക്കിയെടുത്താൽ ഇത് ആക്സസിബിൾ ആവുള്ളൂ. അപ്പോൾ അവർ പഠിപ്പിക്കുന്ന അതേ സ്റ്റെപ്പ് ഫോളോ ചെയ്തിട്ട് നമ്മൾ അഭിനയിക്കാൻ പോയാൽ നമ്മൾക്ക് അതൊരു ഭയങ്കര ഒരു ആർട്ടിഫിഷ്യാലിറ്റി ഉണ്ടാവും. പക്ഷെ അത് നമ്മുടേതായിട്ട് മാറ്റി ശേഷം ചെയ്യുമ്പോഴും അതൊരു രസമുള്ള കാര്യമാണ്. പിന്നെ അതേ സമയത്ത് നമ്മളൊരു സിനിമയിൽ അഭിനയിക്കുന്ന സമയത്ത് ഞാൻ ഇന്ന ടെക്നിക്ക് യൂസ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഇത് ഞാൻ അങ്ങനെയൊന്നും ചിന്തിച്ചിട്ടൊന്നുമല്ല. ഈ ടൂൾസൊക്കെ നമ്മുടെ ഉള്ളിലുണ്ട്, അത് ഓട്ടോമാറ്റിക്കലി കംസ് ഇൻ ടു പ്ലേ. അപ്പം എപ്പോഴും ഈ മാറ്റി ചെയ്യാൻ പറയും. ഇപ്പം ഡയറക്ടേഴ്സ് നമുക്ക് ഇൻപുട്ട് തരുമ്പോൾ അത് മാറ്റി ചെയ്യുന്ന കാര്യത്തിലും ഒക്കെയാണ് ഇതൊക്കെ ഏറ്റവും കൂടുതൽ സഹായകരമാകുന്നത്. നമ്മളെല്ലാം ട്രെയിൻ ചെയ്തിട്ടുള്ളതുകൊണ്ട് നമുക്ക് പെട്ടെന്നായിട്ട് ചേഞ്ച് ചെയ്യാനായിട്ട് പറ്റും. ചേഞ്ച് ചെയ്യാനും അതൊരു ട്രെയിൻ ചെയ്യുന്നത് ഒരു ടെക്നീക്ക് മാത്രമല്ല, അത് നമ്മുടെ മാനസികാവസ്ഥേനെയും കൂടിയാണെന്ന് തോന്നുന്നു ട്രെയിനിങ്ങിലൂടെ മാറ്റുന്നത്. കുറച്ചും കൂടെ ഓപ്പണായിട്ടും ഒക്കെ നിൽക്കാനും. ഇപ്പോൾ സിനിമയിലെ അഭിനയത്തിൽ ഒരിക്കലും നമുക്ക് 100% ഫിക്സ് ചെയ്ത് നമുക്ക് പോകാൻ പറ്റില്ല. എന്താ വെച്ചാൽ ഈ ഡയറക്ടറിനും റൈറ്ററിനും അല്ലെങ്കിൽ കൂടെ നിൽക്കുന്ന ആക്ടേഴ്സിനും അവർ കൺസീവ് ചെയ്തൊരു സാധനം ഉണ്ടാവും. എല്ലാവരും കൂടെ ഒരുമിച്ചാലേ സിനിമ ഉണ്ടാവും. അപ്പോൾ എങ്ങനെയാണ് ഇവരുടെ എല്ലാവരുടെയും കൂട്ടത്തിൽ എൻ്റെ ഒരു പ്രൊപ്പോസൽ, ഞാൻ പ്രൊപ്പോസ് ചെയ്യുന്നൊരു സാധനം കൂടി ഇൻകോർപ്പറേറ്റഡ് ആക്കുക. ചിലപ്പോൾ ഞാൻ വിചാരിച്ച എക്സാക്ട് രീതിയിൽ ചിലപ്പോൾ അത് ചെയ്യാൻ പറ്റിക്കൊള്ളണമെന്നില്ല. പക്ഷെ നമ്മുടെ പ്രിപ്പറേഷൻ നമുക്ക് എപ്പോഴും കൂടുതലൊരു അഡീഷണൽ എഡ്ജ് തരും. ചിലപ്പം അത് നമുക്ക് പ്ലാൻ ചെയ്ത് ചിലപ്പോൾ സ്ഥലത്ത് വരുന്നില്ലെങ്കിലും വേറെ സ്ഥലത്തൊക്കെ അത് കയറി വരും കഥാപാത്രത്തിലൊക്കെ. അപ്പോൾ അങ്ങനെ അത് യൂസ്ഫുള്ളാണ്. ആ ഒരു ഓപ്പൺനെസ് മെയിൻറ്റെയിൻ ചെയ്യാനും ഒക്കെ. എനിക്ക് ട്രെയിൻഡ് ആക്ടേഴ്സിൻ്റെ അടുത്ത് പ്രശ്നമുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ആ ട്രെയിനിങ്ങിനെ കുറിച്ച് ഭയങ്കരമായിട്ട് പ്രഷ്യസ് ആവരുത്. ട്രെയിൻ ചെയ്യാത്ത ആൾക്കാർ എന്തോ കുറവും, ട്രെയിൻ ചെയ്ത ആൾക്കാർ ഭയങ്കര സംഭവം, അങ്ങനെയൊന്നുമില്ല. ആ ഒരു ഓപ്പൺനെസ്സും ആ അൾട്ടിമേറ്റ്ലി വർക്കിംഗ് ഓൺ യുവർ സെൽഫ്, അത് ഏത് രീതിയിലും ആവാം. അതൊരു സ്കൂളിൽ പോയി പഠിച്ചിട്ടും ആവാം, യൂട്യൂബിൽ നിന്ന് കണ്ടുപഠിച്ചിട്ടും ആവാം. പക്ഷെ ആ പഠനം നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്.